വായിക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്. അയ്യോ പൊക്കോ അടുന്നോ. ഇവിടെ കർക്കിടക വാവിൻ്റെ സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. രാവിലെ തൊട്ടിട്ട് വെയിലായിരുന്നേ, ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ കിട്ടിയായിരുന്നു. നമ്മളുടെ കാലഘട്ടങ്ങളിലൊക്കെ ഈ 90s കാലഘട്ടങ്ങളിലൊക്കെ ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, കർക്കിടക വാവിൻ്റെ അന്ന് ഹോളിഡേ ആണെന്ന്. കാരണം ഞങ്ങളുടെ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം രാവിലെ സമയങ്ങളിൽ ബലിയിടാൻ പോവും, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലേക്ക് നമ്മൾ പോവും, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വരുന്നത് മിക്കവാറും ക്രിസ്ത്യാനി കുട്ടികളായിരിക്കത്തുള്ളൂ. ഹിന്ദു കുട്ടികൾക്ക് വരില്ല, കാരണം അവർ ബലിയിടാനൊക്കെ പോയിട്ട് അവർ ക്ഷീണം, ഒരു ഉറക്കത്തിൻ്റെ കുറവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, പക്ഷെ എന്തൊരു കഷ്ടമാണ്, വല്ല ഹിന്ദുവായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കായിരുന്നു. സ്കൂളിൽ പോകാനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, മടിയായിരുന്നേ. പിന്നെ എന്ത് പറയാനാണ്, വീട്ടുകാർക്ക് വേണ്ടി പോകണമെന്നൊക്കെ പറയത്തില്ല, ആ ഒരു സെറ്റപ്പായിരുന്നു നമ്മളൊക്കെ. അല്ലാതെ നമ്മൾ പഠിച്ച് വലിയ ആളാവണമെന്നൊക്കെ ഒന്നും വലിയ എയിമൊന്നും അന്നും ഇല്ലായിരുന്നു, ഇന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് തട്ടിമുട്ടിയൊക്കെ പോകണം, തട്ടിമുട്ടിയൊക്കെ നമുക്ക് ചെറിയ ജോലി വേണം, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അഹങ്കാരമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് വലിയ സങ്കടം, റിഗ്രറ്റ് ഫീലൊന്നും ഇല്ല അങ്ങനെ. പക്ഷെ എന്താ പറയുക, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാത്ത അവർക്ക് അവസരങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ ഇവക്കുട്ടിക്കാണ് ആ സങ്കടം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം മാറി കേട്ടോ, അവളൊരു 10 years തൊട്ടിട്ട് പിന്നെ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് അവളെയും കൂടി കെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം അവൾ ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് കൂടെ ഒന്നിരിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. കോഴ്സ് കഴിഞ്ഞു ജോലിക്ക് കയറി, ജോലി ചെയ്തേ പറ്റൂ, വേറെ ഒരു സൊല്യൂഷനും നമുക്കില്ല. അപ്പോൾ ഈ കൊച്ചാണെങ്കിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അവൾ എന്താ പറയണത്, അവൾ പുറത്ത് കാണിക്കത്തില്ല ഫീലിങ്സ് ഒന്നും. പക്ഷെ അവൾ എന്താ പറയുക, ശരിക്കും അവൾക്ക് ഒരിക്കലും ഞാൻ ചെന്നൈയിൽ ഇങ്ങനെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് അവൾക്ക് പനി വന്നു. പെട്ടെന്ന് അവൾക്ക് പനി വന്ന് പിന്നെ ലാസ്റ്റ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് അവളൊന്ന് നോർമലായത്. അവൾ പുറത്ത് കാണിക്കില്ലെങ്കിലും അവൾക്ക് ഭയങ്കര ഡിറ്റാച്ച്മെൻറ്റ്, ഭയങ്കര പ്രശ്നമുള്ളൊരു കൊച്ചായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ പറഞ്ഞതുപോലെ കോവിഡിന് ശേഷം എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് ആ സാഹചര്യത്തിനൊത്ത് നമുക്ക് ജീവിതശൈലി മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. ശരിക്കും ഞാനപ്പോൾ അങ്ങനെ, ഞാനും ചെറുതിലെ എനിക്കിങ്ങനെ ഞാൻ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. എനിക്കും അങ്ങനെ പാരൻറ്ഹുഡ്, അതായത് അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. പാരൻസിൻ്റെ ലവ്, പാരൻറ്ഹുഡ് അല്ല, പാരൻസിൻ്റെ സ്നേഹമോ കാര്യങ്ങളോ കെയറിങ്ങോ ഒന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് ആവുന്ന സമയത്തും ഒരു കൊച്ചിങ്ങനെ ബോർഡ് എക്സാം എഴുതുന്ന ടൈമിലൊക്കെ നമ്മൾ ആഗ്രഹിക്കും, അതങ്ങനെയാണത് ചില നമ്മുടെ ലൈഫിൻ്റെ മൂമെൻറ്റ്സിലൊക്കെ, എപ്പോഴും കൂടെ ഇല്ലെങ്കിലും. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് പുറത്ത് ആളുകളുടെ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അത് എത്ര വന്നാലും കുറവുകൾ ഉണ്ടാവും, അതങ്ങനെയാണല്ലോ. പക്ഷെ അത് അപ്പം കിട്ടിയില്ല, ഇനിയിപ്പോൾ വേണ്ട, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ദൈവം ഇത് റിപ്പീറ്റ് ചെയ്യുവാണല്ലോ ചരിത്രമെന്ന് ഇങ്ങനെ സങ്കടപ്പെടുമായിരുന്നു കേട്ടോ. പക്ഷെ അതിപ്പം ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടിട്ട് ഞാനായിട്ട് തന്നെ ചൂസ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ, എൻ്റെ കുട്ടികളുടെ കൂടെ ഇരിക്കണം എന്നുള്ളത്. അതിന് ഹസ്ബൻഡ് പിന്നെ നമുക്ക് എന്ത് ചെയ്താലും പുള്ളി ഓക്കെയാണ്. പുള്ളിക്ക് അങ്ങനെ നമ്മളോട് ഒരിക്കലും അങ്ങനെ ചവിട്ടി പിടിക്കുന്ന, കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കലും എനിക്കൊരു ചവിട്ടി എന്നെ തലയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇഷ്ടമുള്ളത് ചെയ്യാം, നിനക്ക് എവിടെയാണോ കംഫർട്ട് അത് ചെയ്യുക, ജോബിന് പോകണോ ജോബിന് പോയിക്കോ, ജോബിന് പോകണ്ടേ എന്നുള്ളൊരു മൈൻഡുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ പ്രത്യേകിച്ച് എനിക്കറിയാം അതൊരു കുട്ടിക്ക് ഇങ്ങനെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ, അവളുടെ സ്പെഷ്യൽ മൂമെൻറ്റ്സിൽ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ സമ്മതിച്ചു ജോലി സംബന്ധമായിട്ട് മാറി നിൽക്കേണ്ടി വരും. പക്ഷെ ഇത് മാറിയിട്ടൊന്നും അല്ല, വളരെ ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പായിരുന്നു, വളരെ ഡിറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെ മകളിലേക്കും വന്നു. പിന്നെ മകളിൽ ഇപ്പം ഞാനതെല്ലാം, അതാണ് ഞാനതിങ്ങനെ ഫിക്സ് ചെയ്ത് തിരുത്തി. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടുള്ളത്. ഞാൻ ഈ ഡ്രസ്സിൻ്റെ കാണിക്കുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണേ. എല്ലാ ഐറ്റംസും ഞാൻ ഇങ്ങനെയാട്ടോ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഉണങ്ങാൻ വെച്ചിരിക്കുന്നതാണേ. ഇന്നലത്തെ കുക്കിംഗ് കഴിഞ്ഞിട്ട് ആ വൃത്തികെട്ട എലി വർക്ക് ഏരിയ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് ആക്കിയില്ല. അപ്പൊ അതിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, ഉള്ളി സവാളയൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പം അറിയില്ല എന്തായാലും നമ്മള് വർക്ക് ഏരിയ സെറ്റാക്കി എടുത്ത് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുന്നത്, അതിനെ കയറാത്ത രീതിയിലേക്ക് ആക്കിയാൽ യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കരുതി ഇവിടെ എന്തായാലും നമ്മൾ കുറച്ച് റിനോവേഷൻ വർക്ക് ഉണ്ട് കിച്ചണിൽ, അത് കഴിഞ്ഞിട്ടൊക്കെ ഇത് സെറ്റ് ചെയ്യാന്ന് കരുതി. അതുവരെ നമ്മളുടെ കിച്ചൺ നിങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ലോങ് വീഡിയോയില്, എന്താ ചട്ടിയൊക്കെ ഇതാണോ ഞാൻ കൊടുക്കാതിരുന്നത്. ഇത് ഷുവർ ആണ്, എനിക്ക് കയറിയിട്ടില്ല. എനിക്ക് ഇഷ്ടം, ഹസ്ബൻഡ് പറയുന്നത് ഞാൻ എനിക്ക് കയറിയിട്ടില്ല, നിനക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് എനിക്ക് കയറിയിട്ടില്ല. എന്നില്ല, എനിക്ക് കയറിയിട്ടില്ല. ഞാൻ നല്ല സെക്യൂർ ആക്കി അടച്ച് വെച്ചിരുന്നു. ഇതിന്റെ മുകളിലൊന്നും എലിയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് മാത്രമാണ് ഞാൻ മാറ്റിയത്, വേറെ എല്ലാം ഞാൻ കൊടുത്തു. പലരും പറഞ്ഞു അഹങ്കാരം കാണിച്ചു എന്ന് പറഞ്ഞു. ഒരു എലിപ്പനി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടന്നുള്ള സിറ്റുവേഷൻ ഞാൻ എന്റെ റിലേറ്റീവ്സിന്റെ കണ്ടിട്ടുണ്ട്. ആളെ കിട്ടിയിട്ടില്ല, ഡെത്ത് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകുന്നേക്കാളും നല്ലതല്ലേ, നമുക്കിപ്പം ചെറിയൊരു നഷ്ടം ഉണ്ടായാലും വലിയ നഷ്ടത്തിലേക്ക് പോയില്ലല്ലോ. പിന്നെ ഒരു ഇൻഫ്ലുവൻസ വൈറസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞങ്ങളുടെ അവസ്ഥ വീഡിയോസിൽ പലരും കണ്ടിട്ടുണ്ട്, ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട്. ഒരാളും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നില്ല.
അത്രയധികം കൊച്ചിനെ നമുക്ക് ഐസൊലേറ്റഡ് ആക്കി ഭയങ്കര പ്രശ്നമാക്കി. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകാനുള്ള പേടിയും പിന്നെ എന്തിനാ നമ്മൾ വരുത്തി വെക്കുന്നത് ഓരോ കാര്യങ്ങൾ അറിഞ്ഞിട്ടും, അതുകൊണ്ടിട്ടാണ് ഞാൻ എല്ലാം കളഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എലിയുടെ എന്താ പറയുക എലിയുടെ എക്സ്ക്രിയേഷൻ ഉണ്ടെന്ന് ഉറപ്പുള്ള പാത്രങ്ങളാണ് ഞാൻ എടുത്ത് കളഞ്ഞത് കേട്ടോ. കാരണം അത് ആരോഗ്യം കളഞ്ഞിട്ട് യാതൊരു പരിപാടിക്കും എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കളഞ്ഞത് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല. ചിലപ്പം ചിലവർക്ക് നല്ല രീതിയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, സമ്മതിച്ചു. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ അതെല്ലാം ഡിസ്പോസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കേട്ടോ. അപ്പൊ ഇതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇനി ചിക്കൻ കറിയിലേക്ക് പോവാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. നല്ല രസമാണ് അത്. രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വില കുറവാണ്, ബ്രാൻഡൊന്നുമല്ല. ഇതേപോലത്തെ തന്നെ ടോപ്പും ഉണ്ട്, സെറ്റായിട്ടാണ് കിട്ടിയത്. പിന്നെ നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് കിട്ടി. നല്ല സുഖമാണ് ഇടുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള പോലെ വലിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, നോക്കിക്കോളൂ. താല്പര്യമുള്ളവർ മാത്രം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അതേ ചിക്കൻ്റെ കേട്ടോ. ചിക്കൻ ഞാനിങ്ങനെ വെക്കുന്ന സമയത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു, ചില കമൻസ് വന്നായിരുന്നു, അങ്ങനെ വെക്കല്ലേ ടോക്സിക് ആകും, അല്ലെങ്കിൽ ചീത്ത ഭക്ഷണമാണ് കൊടുക്കുന്നതെന്നൊക്കെ. ഞാൻ എന്താണെന്നറിയോ പറയുന്നത്, ഇങ്ങനെ കഴുകിയിട്ട് തിരിച്ചെടുത്ത് വെക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ. അപ്പോൾ എത്ര വന്നാലും അവിടെ ബാക്ടീരിയ കണ്ടാമിനേഷൻ ഷുവർ ആണ് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന് അപ്പം തന്നെ സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും. ആ ബോക്സ് വൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറി വെച്ച് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് വറുത്ത് കഴിച്ചേ പറ്റൂ. അല്ലാതെ നമ്മൾ ആ ബോക്സ് അനക്കാതിരിക്കുവാണെങ്കിൽ അതൊരു 1 month ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചിലവർക്ക് ഇങ്ങനെ ഉണ്ടാവും ഫ്രഷ് ആയിട്ട് കഴിക്കണം, അങ്ങനെ അതിപ്പോൾ ഓരോരുത്തരുടെ ഒരു ഇഷ്ടമല്ല. അതപ്പോൾ അങ്ങനെ ഉള്ളവർക്കായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. അത് അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനിതൊക്കെ പണ്ടേ ശീലിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ നമുക്ക് ചില സമയത്തൊന്നും ചില ഒരു ഓപ്ഷനൊന്നും ഇല്ല, ഫ്രഷ് ആയിട്ട് എപ്പോഴും കഴിക്കാൻ പറ്റുന്നൊന്നും വരത്തില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ബൾക്കായിട്ട് കിട്ടുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെക്കും. പ്രത്യേകിച്ച് എബ്രോഡ് ആകുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് അങ്ങ് എടുക്കും. നമ്മൾ ഈ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് വാങ്ങുന്നവർ ചില സമയത്ത് നമുക്ക് ഓഫറൊക്കെ വരത്തില്ലേ, അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെക്കില്ലേ, അത്രേ ഉള്ളൂ. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ആ ഫ്രീസർ തുറക്കുന്ന പരിപാടിയൊന്നുമില്ല. കാരണം നമ്മളിങ്ങനെ എപ്പോഴും ഫ്രീസർ തുറക്കുന്നില്ലല്ലോ. ഒരു ദിവസം നമ്മൾ എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുമോ? നമ്മൾ 1-2 പ്രാവശ്യം തുറക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ അടയ്ക്കും. നമ്മുടെ ബോധം ഉണ്ടാവുമല്ലോ മനസ്സിൽ, ഫ്രീസറിനുള്ളിൽ ഇതുപോലെ നോൺ വെജൊക്കെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു ബോക്സ് എടുത്തതുണ്ട്. ആ ബോക്സ് നല്ല രീതിയിൽ കഴുകി വിനാഗിരി ഒഴിച്ച് വെച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അത് നല്ല കഴുകി എടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ബ്ലഡിൻ്റെ ടിൻറ്റും കാര്യങ്ങളൊക്കെ പോയി. എന്നിട്ട് നല്ല രീതിയിൽ ഞാനതിനെ കഴുകി മസാല ഇട്ടു. ഇനി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും. അത് വേറൊന്നിനുമല്ല, മസാല ഒന്ന് പിടിക്കാനാണ്. അതിനുശേഷം കറി വെക്കും. കറി വെച്ചതിന് ശേഷം പിന്നെയും ഒരു 2-3 ബോക്സിലായിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഫസ്റ്റ് തട്ടിൽ വെക്കാറുണ്ട്. അതിപ്പോൾ ഞാൻ 2 ദിവസത്തിനകം എടുത്ത് തീർക്കും. അല്ലാതെ ഞാൻ പിന്നെയും ആ ഫ്രീസറിൽ നിന്ന് തിരിച്ച് ഞാൻ ആ റോ ചിക്കൻ എടുത്ത് വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. റോ ചിക്കൻ എടുത്ത് അങ്ങനെ ഒരിക്കലും വെക്കത്തില്ലല്ലോ. വൺസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് വന്നു, ബാക്ടീരിയൽ കണ്ടാമിനേഷൻ വന്നു. പിന്നെ പ്രോപ്പറായിട്ട് കഴുകി കുക്ക് ചെയ്യുക, അതാണ് അതിൻ്റെ രീതി. നല്ല രീതിയിൽ പ്രോപ്പർ ടെമ്പറേച്ചറിലൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയാസൊക്കെ നിൽക്കത്തില്ല, ചത്തുപോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ മാക്സിമം പിന്നെയും എടുത്തിട്ട്, അതായത് നമ്മൾ ബോക്സിൽ നിന്ന് എടുത്തിട്ട് പിന്നെ റോ ചിക്കൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം, നമ്മൾ നിർത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കേടുവരും കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ അതൊരു സംശയം ഉണ്ടായിരുന്നു. ഞാനത് വോയിസിലൂടെ മറുപടി പറഞ്ഞായിരുന്നു. പിന്നെ ചിലവർ വെറുതെ കമൻറ്റ് ചെയ്യും ഇങ്ങനെ, അത് പോട്ടെ. പിന്നെ ചിലവർ സിൻസിയറായിട്ട് കമൻറ്റ് ചെയ്യുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ വർഷങ്ങളായി ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നു. ഇതുവരെയും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ്ഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറയില്ലാട്ടോ ഞാൻ. അതൊരു പാർട്ട് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഞാൻ കാണിച്ചത്. താല്പര്യമില്ലാത്തവർ വിട്ടേക്കോ, അങ്ങനെയൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യുന്ന രീതി ചെയ്താൽ മതി. ഞാൻ പിന്നെ അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫോ ഗ്രോസറി റീഫില്ലിംഗ് വീഡിയോ അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ കറി ഇപ്പോൾ കുക്കറിലാണ് വെക്കുന്നത്. എന്നിട്ട് പിന്നെ എളുപ്പത്തിന് നമുക്കപ്പോൾ കുക്ക് ചെയ്ത് അങ്ങോട്ട് ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയല്ലോ. സവാളയുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ വെളുത്തുള്ളിയുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ജോട്ട് ചെയ്യുക, അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, മസാലാസ് ഇടുക. പിന്നെ നമ്മൾ ആ സെറ്റ് ചെയ്യുക ഫ്രിഡ്ജിൽ വെച്ച ചിക്കനും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരൊറ്റ വിസിൽ, അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ടാവും. പിന്നെ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കണം കുക്കർ. കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ. എനിക്ക് പേടിയാണ് ചിക്കൻ വറക്കുന്നത്. അന്ന് എൻ്റെ മുഖത്തേക്ക് തെറിച്ചത്. പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ മാറിയായിരുന്നു. വലിയ പാടോ കാര്യങ്ങളോ ഒന്നും വന്നില്ല ദൈവാനുഗ്രഹം കൊണ്ട്. ശരിക്കും പേടിച്ചു പോയി.
ഒരു മനുഷ്യനെ എന്നെപ്പോൾ വിളിച്ച് അന്വേഷിച്ചു പോലും ഇല്ലാന്നേ. എനിക്ക് അത് ഭയങ്കര സങ്കടമായി പോയി. വീഡിയോയിലേക്ക് പിന്നെ ആൾക്കാർ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അല്ലാണ്ട് എൻ്റെ കെട്ടിയവരും പിള്ളേരും അടക്കം. കെട്ടിയവൻ ചോദിച്ചത് നീ എന്തിനാ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ നിന്നോട് ചിക്കൻ വറക്കുമ്പോൾ നീ മുഖം അടുത്ത് കൊണ്ടുവന്ന് വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ വറക്കണയാണെന്നുണ്ടെങ്കിൽ. പുള്ളി എന്നോട് വന്നിട്ട് പറഞ്ഞതാണ്, വറക്കണയാണെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ അല്ല മറ്റേ എന്താ പറയുക ഓവനിലോ എയർ ഫ്രയറിൽ വെച്ചാൽ മതി, നീ എന്തിൻ്റെ ആവശ്യം ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മനുഷ്യ നിങ്ങൾ ഈ സമയത്ത് ഒരാൾ ചാവാൻ കിടക്കുമ്പോഴാണോ നിങ്ങളുടെ ഉപദേശമായിട്ട് വരുന്നത്? സത്യമല്ലേ ഞാൻ ചോദിച്ചത്? ഇതിങ്ങൾക്കൊക്കെ വയ്യെന്നുണ്ടെങ്കിലുണ്ടല്ലോ എനിക്കാ ടെൻഷൻ. പക്ഷെ ഇപ്പം ഞാൻ വിചാരിച്ചു സെൽഫ് ലവ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ആയിക്കോ, ഞങ്ങളുടെ തലയിൽ കയറാൻ വരാതിരുന്നാൽ മതിയെന്ന്. പിന്നെ പുള്ളിക്കാരൻ ഡോൺ കെയർ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? എനിക്കാണെങ്കിൽ ഉണ്ട് കേട്ടോ, അങ്ങനെയുണ്ട് ഭയങ്കര. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇത്തിരി അങ്ങനത്തെ പൂക്കിയാണ് ചില സമയത്തൊക്കെ. പ്രത്യേകിച്ച് വയ്യാണ്ടാകുമ്പോൾ ഇച്ചിരി പൂക്കിത്തരം എനിക്ക് കൂടും. സാധാരണ എന്നെ ശ്രദ്ധിക്കുന്നതാണ് ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ അനുസരിക്കാതിരുന്നത് കൊണ്ടിട്ടെന്ന് പറയാറുണ്ട്. ആളെപ്പോഴും അടച്ചു വെച്ചിട്ട് വറക്കണം എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ മറച്ച് പിന്നെ ആരിടും വന്നിട്ട് ചിക്കൻ? മറച്ചിടണ്ടേ? അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവോ? എനിക്കറിഞ്ഞൂടാ, മറച്ചിടണ്ടേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ ഇടിയായി, പിന്നെ സോൾവായി, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചട്ടിയിലിട്ടിട്ടൊന്ന് ചിക്കൻ ഞാനൊന്നിങ്ങനെ വറ്റിച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ ഒത്തിരി വെള്ളം ഇരിക്കുവേ. അതെ, ഹലോ, ഇവിടെ ഈ ഡെലിവറിയുടെ ഇഷ്യൂ വന്നല്ലോ ലീവാ. ഇവിടുത്തെ ഹബിന് എന്തോ പ്രശ്നം പറ്റി. മീഷോ ഹബ്ബ്, ഫ്ലിപ്കാർട്ടിന്റെ ഹബ്ബ്, പിന്നെ അതേപോലെ തന്നെ മിന്ത്ര, ഈ കാർഡ് സർവീസ് ഒന്നും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ടെമ്പററി ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. എന്ത് ചെയ്യും അല്ലെ? ഞാൻ 2-3 സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തത് എല്ലാരും ഫ്ലിപ്കാർട്ട് ഒക്കെ ലാപ്സ് ആക്കി കളയുവാണ്. മിന്ത്ര അതുപോലെ തന്നെ ലാസ്റ്റ് ആവുമ്പോഴേക്കും അവരും കാലുമാറി കളിക്കുന്നുണ്ട്. കാക്കനാടിന്ന് എത്തുന്നില്ല ഇങ്ങോട്ടേക്ക്, എന്താന്ന് അറിഞ്ഞൂടാ. ഞാൻ എന്ത് ചെയ്യും? ആമസോൺ കുഴപ്പമില്ല, അതാണ്. അപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന്, ഇപ്പൊ കോള് വന്നിട്ടുണ്ടായിരുന്നു. മീഷോൻ്റെ ഡെലിവറി കിട്ടി കേട്ടോ. ഫ്ലിപ്കാർട്ട് എന്താണെന്നറിയത്തില്ല, ഇവിടെ ബന്ദ് ചെയ്ത് വെച്ചിരിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ മിന്ത്രയും എന്തോ ഇവിടുത്തെ ഹബ്ബിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണല്ലേ. എന്തോ ഒരു ഓഫറിൻ്റെ സമയമാണ്. ആമസോണും കുഴപ്പമില്ല, മീഷോ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. മറ്റതിൻ്റെ എന്താവും എന്തോ. അതേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിട്ട്. ഇപ്പോൾ ഞാൻ കറി വെച്ചില്ലേ, നീ കറി വെച്ചിട്ട് ആവശ്യത്തിന് പിന്നത്തേക്കുള്ളത് മാറ്റി വെച്ചിട്ട് ഈ സെപ്പറേറ്റ് ബോക്സിലാക്കി വെക്കും. എന്നിട്ട് അവർക്ക് ഹസ്ബൻഡിനും പിള്ളേർക്ക് ആവശ്യത്തിന് അനുസരിച്ച് കൊടുക്കും. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. കണ്ടതേ ഫസ്റ്റ് തട്ടിൽ വെക്കും, അത് 1-2 ദിവസത്തിനുള്ളിൽ തീരും. പുട്ടിൻ്റെയൊക്കെ കൂടെ അവർ കഴിച്ചോളും കേട്ടോ. അപ്പോൾ നമ്മളുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഞാൻ മാറ്റി കേട്ടോ. ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസമായിരുന്നു. കംപ്ലീറ്റ് ഞാൻ മഞ്ഞക്കിളിയാക്കി എൻ്റെ റൂമിനെ. ഇതൊന്നും ആക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇനി കയറി ഇറങ്ങും. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഞങ്ങളെല്ലാവരും റൂമിലാണ് കിടക്കുന്നത്. ഇപ്പം പിന്നെയും പിള്ളേർ മാറി കിടക്കുന്നുണ്ട്. പണ്ടൊക്കെ ഒരു റൂമിൽ കിടക്കുന്നതുകൊണ്ടിട്ടൊന്നും അല്ല, ഇങ്ങനെ വൃത്തികേടാക്കി ഇടും. അതാണ് സങ്കടം. ആ കാലിൻ്റെ മതിലിൽ ഇപ്പോൾ കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നല്ല ഭംഗിയിൽ ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കുറച്ച് നേരം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. കുറച്ച് നേരം കൂടെ ആസ്വദിക്കുക ആ സമയത്ത്, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് കേട്ടോ, നമ്മളുടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന്. അപ്പോൾ അതാ സർപ്രൈസായിട്ട് കൊടുക്കാണ് കേട്ടോ, അല്ലെങ്കിൽ അന്ന് തന്നെ തീർന്നേനെ. കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ ചെറിയ സ്നാക്സൊക്കെ വാങ്ങിച്ചിങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് കൊടുത്ത് എല്ലാം തീർക്കും, എനിക്കും തിന്നണ്ടേ. അപ്പം ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇത് കാണും, ഈ സംഭവം നമ്മൾ കഴിക്കാറുണ്ട്. ആ സ്റ്റിക്കിൽ എന്തോ ഒരു പേര് പറയും, ഡിപ്പ്. ഇത് കൊള്ളായിരുന്നു കേട്ടോ, ഇതൊരു വാനില ഫ്ലേവർ. അപ്പം ഞാൻ ഇവനോട് പറയായിരുന്നു പെട്ടെന്ന് വന്ന് കഴിച്ചു, അല്ലെങ്കിൽ നിനക്ക് കിട്ടത്തില്ല. അവൾ വീഡിയോ എടുത്തു തന്നുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ അത്രയും കൊള്ളോട്ടെ വിശേഷം. പുതിയ വീഡിയോ ആയിട്ട് കാണാം അല്ലേ. ബൈ.